ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി കേരളത്തിൽ ആരാണ്? ഇപ്പോൾ ശക്തമായി വരുന്ന ചോദ്യമാണത്. നേരത്തെ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്നും സമുന്നതരായ നേതാക്കൾ, മുൻ മുഖ്യമന്ത്രിമാരടക്കം ബി.ജെ.പിയിലേക്ക് ഒഴുക്ക് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിലെ CPIM കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്ന ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി ആണ്, ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനടക്കം പല ഘട്ടത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് അത് പല നേതാക്കളും ഏറ്റുപിടിച്ചു. ഏറ്റവും ഒടുവിൽ അത് മന്ത്രി മുഹമ്മദ് റിയാസ് തുടർച്ചയായിട്ട് എപ്പോഴും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. മുഹമ്മദ് റിയാസ് പറയുന്നത് ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി കോൺഗ്രസ് ആണ് എന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിലടക്കം കോൺഗ്രസിന്റെ പല നേതാക്കളും ബി.ജെ.പിയിലേക്ക് ഏറ്റവും കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തന്നെ പോയിരുന്നു. നേരത്തെ ടോം വടക്കൻ പോയി, പിന്നീട് മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ പോയി, പിന്നീട് മറ്റൊരു മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി.ജെ.പിയിലേക്ക് പോയി. അത്തരത്തിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഈ നേതാക്കളൊക്കെയും ബി.ജെ.പിയിലേക്ക് പോയത്. അത് CPIMനെ കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധവും വടിയും ഒക്കെയായിരുന്നു കേരളത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ നിന്നും പ്രമുഖ നേതാവ് സന്ധ്യ വാര്യരൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് വരുന്നു. അത് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസമായി. എന്നാൽ CPIM വിട്ട് നേതാക്കൾ ഏതു പാർട്ടിയിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം. അത് ബി.ജെ.പിയിലേക്കാണ്. അടുത്തിടെ ആലപ്പുഴയിൽ നിന്നും ബിപിൻ സി ബാബു എന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നേതാവ്, നിരവധി പ്രമുഖ പദവികൾ വഹിച്ചിരുന്ന ഒരു യുവ നേതാവ്, അദ്ദേഹം 2 ദിവസം മുൻപാണ് CPIM വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം മംഗലപുരം ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന മുല്ലശ്ശേരി മധു, അദ്ദേഹവും കഴിഞ്ഞ 2 ദിവസം മുൻപ് CPIMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. പുതിയൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന പാർട്ടി ബി.ജെ.പി ആണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി. എല്ലാം ഡീലായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബി.ജെ.പിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇനി മറ്റ് പ്രവർത്തകരുമൊക്കെ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്കിൽ പോലും CPIM വിടുന്ന നേതാക്കളൊക്കെ തന്നെയും ബി.ജെ.പിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബി.ജെ.പിയെ മറ്റൊരു ബദലായിട്ട് കാണുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ആശയപരമായിട്ട് ഏറ്റവും അധികം ഏറ്റുമുട്ടിയിട്ടുള്ള 2 പാർട്ടികളാണ് CPIMും ബി.ജെ.പിയും. CPIM എല്ലാ ഘട്ടത്തിലും എതിർക്കുന്ന പാർട്ടി, വർഗീയ ശക്തി എന്ന് വിമർശിച്ചുകൊണ്ട് CPIM എല്ലാ കാലത്തും എതിർക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. ആ വർഗീയ പാർട്ടിയിലേക്ക് CPIMൽ നിന്നും നേതാക്കൾ എങ്ങനെ പോകുന്നു എന്നതാണ് നേതൃത്വം മറുപടി നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മുൻപ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് എന്ന ആരോപണം ഇപ്പോൾ അവരെ തിരിഞ്ഞുകൊത്തുകയാണ്. CPIM വിടുന്ന നേതാക്കൾ ഓരോരുത്തരും ബി.ജെ.പിയിലേക്ക് ചുവടുമാറുകയാണ്. അത് CPIMനെ സംബന്ധിച്ച് വലിയ ഒരു അടിയാണ്. ഒപ്പം തന്നെ മറ്റൊരു വിഷയം, എന്തുകൊണ്ട് അവർ ഈ ബി.ജെ.പിയെ തെരഞ്ഞെടുക്കുന്നു എന്നതാണ്. കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് ഈ നേതാക്കളൊന്നും വരുന്നില്ല? ബിപിൻ സി ബാബു ആണെങ്കിലും മധു മുല്ലശ്ശേരി ആണെങ്കിലും എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. മധു മുല്ലശ്ശേരി CPIMുമായുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോൾ പറഞ്ഞത് താനുമായിട്ട് ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും ഒപ്പം DMKയുടെയും ഒക്കെ തന്നെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു എന്നാണ്. പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം ബി.ജെ.പിയെ തെരഞ്ഞെടുത്തു എന്നതാണ് പ്രസക്തമായൊരു ചോദ്യം. കേരളത്തിൽ ബി.ജെ.പി അത്ര പ്രസക്തമല്ലാത്ത ഒരു പാർട്ടിയാണ്. അവർ ചില മുന്നേറ്റങ്ങളൊക്കെ ചില തെരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കുമെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ള ഒരു പാർട്ടിയല്ല ബി.ജെ.പി. എന്നിട്ടും ഈ നേതാക്കളൊക്കെ തന്നെയും CPIM വിട്ടുകൊണ്ട് എന്തിന് ബി.ജെ.പിയിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്നത് കേരള രാഷ്ട്രീയം തന്നെ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. CPIM പോലെ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന നേതാക്കൾ, മാർക്സിന്റെയും ലെനിന്റെയും AKGയുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ തങ്ങളുടെ വീടുകളിൽ അലങ്കരിച്ചിരിക്കുന്ന നേതാക്കൾ, അവർ നാളെ ഗോൾവാൾക്കറിന്റെയും VD സവർക്കറിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ചിത്രം തങ്ങളുടെ ഭിത്തിയിൽ തൂക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ പോകുന്നു?
എന്നത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ നേതാക്കളെയൊക്കെ കോൺഗ്രസിന് തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നത് കോൺഗ്രസും ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും BJP യിൽ നിന്നുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് പെട്ടെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും കൂടെ കൂട്ടാൻ ഉള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ അടുത്തിടെയും കണ്ടതാണ്. ആ ഒരു നീക്കം എന്തുകൊണ്ട് CPIM പോലൊരു പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന അല്ലെങ്കിൽ CPIMുമായിട്ട് തെറ്റിപ്പിരിയുന്ന നേതാക്കളെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് നടത്തുന്നില്ല എന്നത് കോൺഗ്രസ് നേതൃത്വവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മതേതര പാർട്ടികളിൽ നിന്നും വിട്ടുവരുന്നവർ വർഗീയ പാർട്ടിയിലേക്ക്, വർഗീയ ചേരിയിലേക്ക് പോകുന്നതിനെ കേരളം ഒന്നടങ്കം എതിർത്ത് തോൽപ്പിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രാദേശികമായൊക്കെ തന്നെ ശക്തിയുള്ള, സ്വാധീനമുള്ള നേതാക്കൾ BJPയിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കാണേണ്ടത്. അദ്ദേഹം ഈ മംഗലപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് 2 ടൈം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനു മുമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഒക്കെ തന്നെ 40-42 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് പിന്നിൽ അണികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളൊക്കെ BJPയിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അവർ ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്നതാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഇത്തരം നേതാക്കളുടെ വരവ്, ഇത്തരം നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുന്നതൊക്കെ തന്നെ BJPക്ക് ഗുണകരമായി മാറും. ആ ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസും ഒപ്പം തന്നെ CPIMും തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ CPIM വിടുന്ന നേതാക്കളെ BJPയിലേക്ക് പോകാതെ തങ്ങൾക്കൊപ്പം, മതേതര ചേരിക്കൊപ്പം നിർത്തേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്.